നമസ്കാരം. സ്വയംഭൂവായ ഒരു ദേവിയുടെ ഭക്തരുടെ ഇടയിലേക്കുള്ള ആഗമനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആദി മലവാര പരമ്പരാ ദർശനക്കി ജയ്, ആദി മലവാര പരമ്പരാ ദർശനക്കി ജയ്, കുലധർമ്മ കി ജയ്, കുലധർമ്മ കി ജയ്, കുലധർമ്മ കി ജയ്. ഈ അവതാരപ്പിറവിയുടെ പേരാണ് നാഗ സൈനേന്ദ്രി. സ്വയമിട്ട പേരാണ് കേട്ടോ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ പിള്ളേർ നാഗചേച്ചി എന്നാണ് വിളിക്കുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്ത് ഒരു ഗ്രാമത്തിൽ സ്വന്തം ആശ്രമമൊക്കെ പണിത് സോഷ്യൽ മീഡിയയിലൂടെ ബൃഹത് വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദേവി. ഈ ദേവിയുടെ മഹത് വചനങ്ങൾ ഒന്ന് കേട്ടു നോക്കിയാലോ. എടാ മൊട്ട തലയാ, എടാ കഷണ്ടി തലയാ, നിന്നോടാ ഞാൻ പറയാ. നിന്നെ ഒട്ടും കാണാൻ കൊള്ളത്തില്ല. നിന്റെ തലയ്ക്കകത്തിൽ ഒരു കഷണ്ടി, നിന്റെ രോമം പോലുമില്ല. നിന്റെ സാമാനത്തിലെങ്കിലും ഒരു രോമം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വേണ്ടിയില്ലായിരുന്നു. കഷണ്ടി തലയനെ, കാണാൻ കൊള്ളാത്ത നാറി തെണ്ടി ആ ഇറങ്ങിയിരിക്കുന്ന മൊട്ടത്തലയും വെച്ചോണ്ട്. പണമില്ലാത്ത നിന്നെ എനിക്ക് എന്തിനാ? നിന്റെ ദേഹത്തെ സ്നേഹിക്കാനോ? അതൊന്നും എനിക്ക് വേണ്ട. പണമില്ല, ഒരു മൈര്യവും ഇല്ല, എന്നിട്ട് നിന്റെ എന്ത് കണ്ടാ ഞാൻ സ്നേഹിക്കേണ്ടത്? കേട്ടില്ലേ ഈ ദേവിയുടെ മഹത് വചനങ്ങൾ? ഈ വചനങ്ങൾ കേട്ട് ഭക്തിയിൽ ആറാടി നൂറുകണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഈ ദേവിയെ കാണാനായിട്ട് ദേവിയുടെ മഠത്തിലേക്കും ആശ്രമത്തിലേക്കും കടന്നു വരുന്നത്. വെറുതെ അങ്ങ് കടന്നു പോവുകയല്ല. ചെല്ലുന്നവരെല്ലാം കൈനിറയെ പണവും പാരിതോഷികങ്ങളും കൊടുത്ത് ദേവിയുടെ പ്രസാദം ഏറ്റുവാങ്ങി, ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി സംതൃപ്തി അടഞ്ഞാണ് ആശ്രമത്തിൽ നിന്നും മടങ്ങുന്നത്. കേരളമല്ലേ, പ്രബുദ്ധരല്ലേ, പാരിതോഷികങ്ങൾ കൊടുത്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇപ്പോൾ ആശ്രമം വിട്ട് ഭക്തരുടെ ഇടയിലേക്ക് അനുഗ്രഹം ചൊരിയാനായി കടന്നു വരികയാണ് ദേവി, കടന്നു വരികയാണ്. വിൽക്കന്മാരുമാണ് കണ്ടോര് നേരത്തുണ്ടോര് ഓലങ്ങനെ ദൈവത്തെ പാടി ഞാനേ മേലോകം കണ്ട് ഒരുവേ ഉത്തപ്പനെ പാടി ഞാനേ ഒത്ത പടിഞ്ഞാറ്റിൽ ഉടിത്താനിരിക്കും കാലമായി ഒരുവേ ചെയ്ത് ഒരുപാട് ഇരുവേ ഒരുവരിക്കും കാലമാണ് ഉത്തപ്പൻ മൂല ഒരുപാട് ഒരുവേ ഉത്തപ്പൻ മൂല ഒരുവിനെ പടിഞ്ഞാറ്റിൽ തന്നെ ഉടിത്താനിരിക്കും കാലമായി ഒരുവേ ചെയ്ത് ഒരുപാട് ഇരുവേ ഒരുവരിക്കും കാലമാണ്. കണ്ടില്ലേ, ഭക്തഗണങ്ങൾ കാലുതൊട്ട് വന്ദിക്കുന്നു, ദേവിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകുന്നു. ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ആളുകളെ കണ്ടില്ലേ? അവരുടെയൊക്കെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദേവിയുടെ സാമീപ്യത്തിൽ, അനുഗ്രഹത്തിൽ സംതൃപ്തരായി നിൽക്കുകയാണ് ഭക്തജനങ്ങൾ, ഭക്തക്കൂട്ടങ്ങൾ. ദാ മറ്റൊരു സ്വാമി നാഗദേവിയെ ദൈവമായി പ്രഖ്യാപിക്കുന്നു. കണ്ടു നോക്കൂ. ഉണ്ടായിരുന്നാലും ദൈവമാണ്. കല്ല് ദൈവവും ആള് ദൈവം എന്ന് പറയുമ്പോൾ അവരോട് നിങ്ങൾ ഓരോരുത്തരും പറയണം, ചണ്ടാളമോ വിളിച്ചു പറയുകയാണ്. സത്യസന്ധമായി നമ്മൾ ദൈവമാണ്. അതെ, ദൈവമാണ്. നിങ്ങൾ രണ്ടുപേരും ദൈവങ്ങളാണ്. കേരളത്തിൽ ഇതുമാതിരിയുള്ള ഭക്തജനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവങ്ങൾ തന്നെ ആയിരിക്കും. നാഗദേവിയെ ദൈവമാക്കിയ സ്വാമി ഭക്തരുടെ മുമ്പിൽ സോമരസം കുടിക്കുകയാണ്. നോക്ക്, ആ സോമരസം കുടിക്കുന്ന പാത്രം ആമയുടെ തോടാണ്. സ്വാമിമാർക്ക് ആമത്തോട്ടിലും കുടിക്കാമല്ലോ, അവർക്കെതിരെ കേസൊന്നും എടുക്കാൻ സാധ്യതയില്ലല്ലോ. വിൽക്കന്മാരുമാണ് കണ്ടോര് നേരത്തുണ്ടോര് ഓലങ്ങനെ ദൈവത്തെ പാടി ഞാനേ മേലോകം കണ്ട് ഒരുവേ ഉത്തപ്പനെ പാടി ഞാനേ ഒത്ത പടിഞ്ഞാറ്റിൽ ഉടിത്താനിരിക്കും കാലമായി ഒരുവേ ചെയ്ത് ഒരുപാട് ഇരുവേ ഒരുവരിക്കും കാലമാണ് ഉത്തപ്പൻ മൂല ഒരുപാട് ഒരുവേ ഉത്തപ്പൻ മൂല ഒരുവിനെ പടിഞ്ഞാറ്റി. സോമരസം തലയ്ക്ക് പിടിച്ച സ്വാമി ഭക്തർക്ക് ദർശനം നൽകുകയാണ്. ആദി മലവാര പരമ്പരാ ദർശന
की जय, आदि मलबार परंपरा दर्शन की जय, कुलधर्म की जय, कुलधर्म की जय, कुलधर्म की जय. എനിക്കിപ്പോഴും ആ സ്വാമി ജപിച്ച മന്ത്രം അങ്ങോട്ട് പിടികിട്ടിട്ടില്ല. മലബാണം അങ്ങനെ ആയിരിക്കത്തില്ല, എനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും നല്ല മന്ത്രം. ഇനി നമ്മുടെ നാഗദേവിയെ തേടി സിനിമാ നടന്മാരും നടിമാരും എത്തും. അവർ കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യും, മുത്തം വെക്കും. അതിനുശേഷം നാഗദേവി പ്രശസ്തയാവും. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദേവിയുടെ ആശ്രമത്തിലേക്ക് കടന്നു വരും. അങ്ങനെ കേരളത്തിന് മറ്റൊരു മനുഷ്യ ദൈവം കൂടി പിറന്നിരിക്കുന്നു.